ലീഗടക്കമുള്ള കക്ഷികളുമായി ക്യാമ്പിന് ശേഷം സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച നടത്തുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 53% യുവാക്കളെയും സ്ത്രീകളെയും പാർട്ടി പരിഗണിച്ചിരുന്നു. യുവാക്കളെ പരിഗണിക്കുന്നു എന്നതിനർത്ഥം മുതിർന്ന ആളുകളെ മാറ്റി നിർത്തുന്നു എന്നല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വിജയസാധ്യതയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി സ്വീകരിക്കേണ്ടത്. വിജയസാധ്യതയാണ്. അപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 53ഓളം ചെറുപ്പക്കാർ മത്സരിക്കാൻ അവസരം കൊടുത്തു. കോൺഗ്രസ് എപ്പോഴും ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. മുതിർന്നവരെല്ലാം മാറി നിൽക്കണമെന്നല്ല. അപ്പോൾ വിജയസാധ്യത നോക്കി പരമാവധി ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും പ്രാധാന്യം കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയായിരിക്കും സ്വീകരിക്കുന്നത്. ഇതുവരെ ലീഗുമായിട്ടുള്ള ചർച്ച ആരംഭിച്ചിട്ടില്ല. അത് ഈ ആഴ്ച ഇത് ക്യാമ്പ് കഴിഞ്ഞാൽ ലീഗുമായിട്ടും മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കും. അപ്പോഴെല്ലാം അറിയാൻ പറ്റുമോ എന്താണ്, എങ്ങനെ വേണം എന്നൊക്കെയുള്ള കാര്യം. അതായത് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും.